UAE എല്ലാ ഹോസ്പിറ്റൽസും ഹോം കൺട്രിയിൽ നിന്ന് നഴ്സുമാരെ ഹയർ ചെയ്യാറില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ UAEയുടെ പുറത്തുനിന്നുള്ള നഴ്സുമാരെ ഹയർ ചെയ്യുന്ന ഒരു 6 ഹോസ്പിറ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനോടൊപ്പം ഈ ഹോസ്പിറ്റൽസിലോട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നതും കൂടി ഞാൻ ലൈവായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഈ ഹോസ്പിറ്റൽസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് SSMC ഹോസ്പിറ്റലിലോട്ട് എങ്ങനെയാണ് ഈ ലിങ്ക് വഴി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ SSMC ഹോസ്പിറ്റലിൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഫൈൻഡ് ജോബ്, അതിൽ ആദ്യം കാണിക്കുന്നതാണ് ഫൈൻഡ് ജോബ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് SSMCയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫൈൻഡ് ജോബ്സ് എന്നുണ്ട്. അതിൽ നമ്മൾ നേഴ്സ് എന്ന ടൈപ്പിലും നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ, നിയർ ലൊക്കേഷനും നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി 22 ജോബ്സ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോബ് ഫംഗ്ഷൻസ്, കാറ്റഗറീസ്, ഓർഗനൈസേഷൻ, പോസ്റ്റിംഗ് ഡേറ്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഫിൽട്ടർ ചെയ്ത് അറിയാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിങ്കിനകത്ത് കയറി നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തേക്കുന്ന ജോബ്സ് ഒക്കെ നമുക്കിങ്ങനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റാഫ് നഴ്സ് ടവർ B8 മെഡിക്കൽ വിങ്, അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 20-ാം തീയതിയാണ്, 20/1/2026. അപ്പോൾ നമുക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജോബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ജോബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ സ്റ്റാഫ് നഴ്സ് ടവർ B8 മെഡിക്കൽ വിങ് എന്ന് ഇങ്ങനെയെല്ലാം കാണിക്കും. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങളെല്ലാം വായിച്ചു നോക്കുക. റെസ്പോൺസിബിലിറ്റീസ്, ഈ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ക്വാളിഫിക്കേഷൻസ്. ഈ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ താഴെ വരുമ്പോഴത്തേക്കും അപ്ലൈ നൗ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് താഴെ വരുമ്പോൾ ജോബ് ഇൻഫോ കാണിക്കുന്നുണ്ട്, ജോബ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ജോബ് കാറ്റഗറി, പോസ്റ്റിംഗ് ഡേറ്റ്, അപ്ലൈ ബിഫോർ. അപ്പോൾ 30-ാം തീയതി വരെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ, 11 AM വരെ കേട്ടോ. ഡിഗ്രി ലെവൽ, ബാച്ചിലർ ഡിഗ്രി, ജോബ് സ്കെഡ്യൂൾ, ഫുൾ ടൈം, ഷിഫ്റ്റ്, അതെല്ലാം ലൊക്കേഷൻ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ സിമിലർ ജോബ് നമുക്കിവിടെ താഴെ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഈ ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ SSMC ഹോസ്പിറ്റലിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ ലിങ്കിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ ലോഗോയൊക്കെ കാണാൻ കഴിയും. ഡയറക്റ്റ് അവരുടെ സൈറ്റാണ്. അപ്പോൾ അത് സെയിം ഇവരുടെ സൈറ്റെല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും കേട്ടോ. അതിൽ ഫൈൻഡ് ജോബ്, നിയർ ലൊക്കേഷൻ അതെല്ലാം കാണിക്കും. പിന്നെ ഈ ജോബ് പോസ്റ്റ് ചെയ്തേക്കുന്നത് 19-ാം തീയതി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോബ്. അത് മിഡ് വൈഫ് TP ആണ്. അങ്ങനെ കുറേ ജോബ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നോക്കി നിങ്ങൾക്ക് ആപ്റ്റായത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 23 ജോബ്സ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതും അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിഡ് വൈഫിൻ്റെ അത് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും സെയിം നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിപ്പോൾ ദുബായിലോട്ടാണ് ഈ വേക്കൻസി, ദുബായ് UAEയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് അതൊക്കെ നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ക്വാളിഫിക്കേഷൻ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇതിനും താഴെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റിംഗ് ഡേറ്റ് ഒക്കെ ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തും അപ്ലൈ നൗ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലൊരു അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ അമേരിക്കൻ ഹോസ്പിറ്റൽസിൻ്റെ വെബ്സൈറ്റിൽ കൂടെ നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് NMCയുടെ വെബ്സൈറ്റിൽ കൂടി എങ്ങനെയാണ് നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണ് കേട്ടോ. NMC റോയൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവരുടെ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഈ NMCയുടെ ലോഗോ ഉണ്ടോ, അപ്പോൾ ഇതാണ് അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾ അവരുടെ ഡയറക്റ്റ് ഹോസ്പിറ്റൽ നെയിം അടിച്ചിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ പേജിലോട്ട് വരത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഈ പേജിൻ്റെ ലിങ്കാണ് എടുത്ത് വെച്ചേക്കുന്നത്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഈസിയാണ്, നിങ്ങൾക്ക് അതിനകത്ത് കയറാനും എല്ലാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സെയിം ആണ്, നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യുക. ഇപ്പോൾ ഇത് നഴ്സുമാർക്ക് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലുള്ള ഈ ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കുമുള്ള ജോബ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ. റേഡിയോഗ്രാഫി ടെക്നോളജിസ്റ്റ്, ഫാർമസിസ്റ്റ്, CSD, ഡയാലിസിസ് അതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, രജിസ്റ്റേർഡ് നേഴ്സ്, അത് 15-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹോം കെയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെയിം ആണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും.
പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കണം. ACLS, പാൽസ്, ടീച്ചിങ് ആൻഡ് അസസ്മെൻറ്റ് ഇതൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് 2 to 5 year വർക്കിംഗ് എക്സ്പീരിയൻസ് ആസ് ആൻ RN, ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെയും ഇത് ഫുൾ ടൈം ജോബാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഈ ജോബ് ഇൻഫോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇതൊക്കെ സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നോക്കാനില്ല, എല്ലാം അവർ റെഡിയാക്കി തരും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ നോ കൊടുക്കുമ്പോഴത്തേക്ക് അതും സെയിം ആണ്. നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ CV ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം റെഡി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മെഡിക്ലിനിക്കിലെ വെബ്സൈറ്റ് ത്രൂ ആണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഈ ലിങ്ക് ത്രൂ കയറി കഴിഞ്ഞാൽ ഈ പേജിലോട്ട് വരുള്ളൂ കേട്ടോ. നിങ്ങൾ ആ ഹോസ്പിറ്റൽ നെയിം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഡാഷ്ബോർഡിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് വഴി കയറാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും നിങ്ങൾക്ക്. ഇതിനകത്ത് നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് പീഡിയാട്രിക് അവർ ചോദിച്ചിട്ടുണ്ട്. അബുദാബിയിലാണ് കേട്ടോ. ഇത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ ഈ കാണുന്ന രജിസ്റ്റേർഡ് നഴ്സ് പീഡിയാട്രിക്കിൻ്റെ അതിനകത്തോട്ട് കയറുക. അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ രജിസ്റ്റേർഡ് നഴ്സ് പീഡിയാട്രിക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്ലോസിംഗ് ഡേറ്റ് 27/1/2026 നമ്പർ ഓഫ് പൊസിഷൻ ഒരെണ്ണമാണ്. മെയിൻ പർപ്പസ് ഓഫ് ദ ജോബ് ഉണ്ട്. കീ റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ് എഡ്യൂക്കേഷൻ, BLS-ഉം പാൽസും വേണം. കോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇതാ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ജോബ് സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ നൗ. നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് അപ്ലൈയിങ് വിത്ത് ലിങ്ക്ഡിൻ വഴി നമുക്കിത് അപ്ലൈ ചെയ്യാവുന്ന. ഓൾറെഡി നമുക്ക് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നിങ്ങൾ ഈ ലിങ്ക്ഡിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി ഇത് ഓൾറെഡി ഈസി ആയിട്ട് അപ്ലൈ ആവുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്ലീവ്ലാൻഡ് ക്ലിനിക് അബുദാബിയിലെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ക്ലീവ്ലാൻഡ് ക്ലിനിക് എന്ന ക്ലിനിക്കാണ്. അപ്പോൾ അവരുടെ ഈ ലിങ്കിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫൈൻഡ് ജോബും ഉണ്ടാവും, പിന്നെ നിയർ ലൊക്കേഷനൊക്കെ സെർച്ച് ചെയ്യാം. പിന്നെ ഇതിനകത്ത് അധികം ജോബ് പോസ്റ്റ് ചെയ്തിട്ടില്ല, 2 ജോബ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 2 ജോബ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അംബാസിഡർ, ഫിസിഷ്യൻ, റിക്രൂട്ട്മെൻറ്റ്, കോമ്പൻസേഷൻ സ്പെഷ്യലിസ്റ്റ്, അപ്പോൾ ഈ 2 ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേക്കൻസീസ് വരുമ്പോഴത്തേക്കും അവർ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി നോക്കിയാൽ മതിയാവും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു അപ്ഡേറ്റഡ് റെസ്യൂം ഇതാ കാണുന്നില്ലേ, അപ്ലോഡ് റെസ്യൂം, ഇതിനകത്ത് നിങ്ങൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കൂ. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ ലണ്ടൻ, ദുബായിലെ കിങ് കോളേജ് ഹോസ്പിറ്റൽ ലണ്ടനിലോട്ടാണ്. ലണ്ടനിലല്ല, ഇത് ദുബായിലാണ്. കിങ് കോളേജ് ഹോസ്പിറ്റൽ ലണ്ടൻ. അപ്പോൾ ഈ ലിങ്ക് ത്രൂ നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരിക, ഇൻ്റർഫേസ് ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇവർ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് തിയേറ്റർ നഴ്സസ്, രജിസ്റ്റേർഡ് നഴ്സ്, PICU, അതുപോലെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതും ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് തിയേറ്റർ നഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഇതെല്ലാം വായിച്ചൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ജോബ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്കും സെയിം ലൈക്ക് ഇതുപോലെ ഒരു ഇമെയിൽ, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. നമ്മൾ ഈ ഇമെയിൽ ത്രൂ വെരിഫൈ ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഹോസ്പിറ്റൽസിലോട്ടൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും ഹോസ്പിറ്റൽ മാത്രമല്ല, ഇനി കുറച്ചും കൂടെയൊക്കെ ഉണ്ടാവും. ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ തന്നിട്ടുള്ള ഹോസ്പിറ്റൽസിലോട്ട് നിങ്ങൾ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ കയറി നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ 6 മാസമായിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ജോബാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് ആ ജോബ് കിട്ടുന്നത് വരെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, ഫേക്ക് ഏജൻസി ത്രൂ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ഒന്നുകിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ചോദിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് കുറേ കാശ് ചോദിക്കും. എന്നിട്ട് വേക്കൻസി ഒന്നും വന്നിട്ടില്ല, ഞങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു, അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വലിച്ചിഴിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ഏജൻസി ത്രൂ ഒന്നും പോയി പെടാതിരിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോയും വേക്കൻസീസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്